ദിലീപിന്റെ പടം മേടിച്ചിരിക്കണ ഫോണിലേക്ക് നോക്കിട്ട് ഇങ്ങനെ നോക്കി ഇതാണ് ഈ പറയാനുള്ളത്. തിയേറ്റർ ഫയർ ഇടാനുള്ള സാധനങ്ങൾ മൊത്തം അതിനകത്ത്. ഇതാണ് തൂക്കിയടി. ഇതിലും വലിയ കമ്പാക്കൊന്നും ഒന്നുമില്ല. ഒടിയന്റെ എഫ് ഡി തൂക്കി. ഇതാണ് ഈ പറയാനുള്ളത്. ജനപരമായ ഒടിയന്റെ എഫ് ഡി റെക്കോർഡ് ഇപ്പൊ കിടക്കുന്ന ഒടിയന്റെ അല്ല. ആ എഫ് ഡി തൂക്കി. സകല റെക്കോർഡുകളും തൂക്കുന്നതാണോ? തൂക്കി. കാരണം ഇപ്പൊ എത്രയില്ലേ ഒടിയന്റെ എഫ് ഡി തൂക്കി. വേറെ തന്നെ പറയാനുള്ളത്. ഇതാണ് കംബാക്ക്. അതേ എതിർത്ത് നിന്നവർക്കുള്ള അണ്ണാക്കിലുള്ള പിരിവട്ടല് അടി. രണ്ടുപേരും കോംബാക്ക് എങ്ങനെയുണ്ട്? കോംബോ സൂപ്പർ. നമ്മൾ കോംബോ നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. അതിലേക്കാളും കുറച്ച് ഒരുപാട് മേളിലായി. പുതുമ സംവിധാനം ജയശങ്കർ അടിപൊളി. വേറെ ലെവൽ പറഞ്ഞാൽ ദിലീപേട്ടൻ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇടയ്ക്ക് ഒന്നും കണ്ടില്ല. ഇതാണ് ദിലീപേട്ടൻ വേണ്ട ഈ സാധനം. ഇതാണ് തൂക്കിയടി. ഇതിലും വലിയ കമ്പാക്കൊന്നും ഒന്നുമില്ല. ഇതാണ് കമ്പാക്ക്. കുറച്ചു പേര് ഏതോ തളച്ചികളോ എന്തോ പറഞ്ഞല്ലോ, എന്തോ കേസ് പറഞ്ഞല്ലോ, എന്തോ ദിലീപിന്റെ പടം മേടിച്ചിരിക്കണ ഫോണിലേക്ക് നോക്കിട്ട് ഇങ്ങനെ നോക്കി കുറച്ച് നേരത്തേക്ക്. അപ്പോഴത്തെ അവരെ വിഷമങ്ങൾ മാറി. അങ്ങനെ ദിലീപേട്ടന്റെ പടം കാണാൻ വരില്ല എന്നുള്ളവരോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അവരവരെ ഇഷ്ടം ചെയ്തോട്ടെ. ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളിവിടെ ചെയ്യും. ദിലീപേട്ടന്റെ പടം കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ പടം ഷോ കാണില്ല, ഫുള്ളല്ലായിരുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. പേര് ഡിഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും സാധനം കത്തിയിട്ടുണ്ട്. ബാക്കി കണ്ട് തന്നെ മനസ്സിലാക്കാം. ദിലീപേട്ടന്റെ ഒരു അഴിഞ്ഞാട്ടാണോ? അത് കണ്ട് മനസ്സിലായി. അഴിഞ്ഞാട്ടാണ്, കംപ്ലീറ്റ് അഴിഞ്ഞാട്ടാണ്. പോസ്റ്ററിൽ പറഞ്ഞ തിയേറ്റർ ഫയർ ഇടാനുള്ള സാധനങ്ങൾ മൊത്തം അതിനകത്ത്. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ എന്നാലേ ആ വൈബ് കിട്ടുള്ളൂ. നോ ലോജിക് ഒൺലി മാഡ്നസ്. പടം എങ്ങനെയുണ്ട്? പടം വിഷയമായിരുന്നു. തൂക്കി. പിന്നില്ലേ മോഹൻലാൽ കത്തി കയറി. ലാലേട്ടന്റെ ദിലീപേട്ടന്റെ ഒരു അഴിഞ്ഞാട്ടാണോ? അഴിഞ്ഞാട്ടായിരുന്നു. ഇനി അടുത്തതും അഴിഞ്ഞാട്ടം ഉണ്ടാവും. ആണല്ലേ? എങ്ങനെ ഫാൻസിന്റെ ഓളം വെക്കാനുള്ള സംഭവങ്ങളുണ്ടോ? ഫാൻസിന് ആദ്യം ഇച്ചിരി ഇല്ലായിരുന്നു. ആദ്യം ഓളം കുറവായിരുന്നു. പിന്നെ ഇതേയും തിയേറ്ററിലേക്ക് കയറിയപ്പോഴേക്കും പിന്നെ ഓളം കയറി പോന്നു. പിന്നെ അടിച്ചു കയറി. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പിന്നില്ലേ, ഉറപ്പായിട്ടും. ആരാ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത്? ലാലേട്ടനാണോ? രണ്ടുപേരും ഒപ്പം. ബിജിഎമ്മും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വിജയ് നൈസായിരുന്നു. പക്ക ഒരു വിഷ്വൽ ട്രീറ്റ്. ക്രിസ്മസ് തൂക്കുമെന്നാ തോന്നണത്. ആണല്ലേ? ആര് തൂക്കി? ദിലീപേട്ടനുള്ള ലാലേട്ടും കൊള്ളാം. ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരുന്നത്? അത് ലാലേട്ടനും എങ്ങനെയുണ്ട്? വിജയ് റെഫറൻസുകളൊക്കെ ഉണ്ടോ? അതൊക്കെ എങ്ങനെയുണ്ട്? പക്ക ഒരു സ്പൂഫ് വേണം. ഫൈറ്റ് സീനൊക്കെ എന്തായാലും ക്രിസ്മസ് തൂക്കുവോ? പിന്നെ മാമിനും 1000 സല്യൂട്ട്. ഇങ്ങനെ സ്റ്റോറി ലൈനും ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റി. അവർ ചെയ്തു വെച്ച ആ ഒരു ഇതുണ്ടല്ലോ, ലെവല് പൊളിച്ചു. രണ്ടുപേരും താർത്തു. അവർക്ക് ഇനി നല്ല ഇതുപോലെ എൻ്റർടൈനേഴ്സ് കൊണ്ടുവരാൻ സാധിക്കട്ടെ. നൂറിനും ഹസ്ബൻഡിനും ഫാമിനും ഹസനും പറ്റട്ടെ. ധനശങ്കറിന് പൊന്നുപോലെ ഇനി നല്ല നല്ല പടങ്ങൾ ചെയ്യാൻ ഡാനി ജയശങ്കറിന് സാധിക്കട്ടെ എന്ന് പറയണം.